അന്ധരെ അക്ഷരലോകത്തേക്ക് നയിച്ച ലൂയിസ് ബ്രെയ്ലി. ലോകത്തിലെ ലക്ഷക്കണക്കിന് അന്ധരെ അക്ഷരലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനും അതുവഴി ജീവിതത്തിന് വെളിച്ചം നൽകുവാനും സഹായിച്ച ഒരു മഹത് വ്യക്തിയാണ് ലൂയിസ് ബ്രെയ്ലി. ഫ്രാൻസിലെ പാരീസിൽ നിന്നും 40 കിലോമീറ്റർ ദൂരെയുള്ള കൂവറെ ഗ്രാമത്തിൽ 1809 ജനുവരി 4-ാം തീയതി സൈമൺ റെനയുടെയും മോണിക്കയുടെയും മകനായി ലൂയിസ് ബ്രെയ്ലി ജനിച്ചു. ബ്രെയ്ലിക്ക് 2 ചേച്ചിമാരും ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. 3 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ദിവസം പിതാവിന്റെ പണിശാലയിൽ വെച്ച് ഒരു കത്തി കണ്ണിൽ വീഴുകയും അണുബാധയെ തുടർന്ന് 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. 6-ാം വയസ്സിൽ ആബേ പോളി എന്ന ഒരു പുരോഹിതന്റെ സഹായത്താൽ സ്വന്തം ഗ്രാമത്തിലെ തന്റെ സ്കൂളിൽ പഠിക്കുവാനുള്ള ഭാഗ്യം തനിക്ക് ലഭിച്ചു. വായിച്ചു മനസ്സിലാക്കുവാൻ സാധിച്ചില്ലെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത്ഭുതകരമായ രീതിയിൽ അവൻ മനഃപ്പാഠമാക്കി. അറിവ് നേടി അന്ധതയെ പരാജയപ്പെടുത്തണം എന്നതായിരുന്നു ലൂയിയുടെ സ്വപ്നം. പക്ഷേ അത് എളുപ്പമായിരുന്നില്ല. അക്കാലത്ത് അന്ധർക്ക് വിദ്യാഭ്യാസം നേടുവാനോ തൊഴിൽ പഠിക്കുവാനോ ഉള്ള അവസരങ്ങൾ കുറവായിരുന്നു. ലൂയിയുടെ പിതാവിൻ്റെയും ഫാദർ ആബേ പോളിൻ്റെയും മറ്റും സഹായത്താൽ ലൂയിയുടെ നിരന്തര പ്രാർത്ഥനയാലും ലോകത്തിലെ ആദ്യത്തെ അന്ധവിദ്യാലയമായ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ ഇൻ പാരീസിൽ താമസിച്ചു പഠിക്കുവാൻ 1819 ഫെബ്രുവരി മാസം പ്രവേശനം ലഭിച്ചു. ക്ലാസ്സിൽ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾ ഏറ്റുപറയുന്ന ഒരു രീതിയായിരുന്നു അവിടെ. പാരീസിൽ ലൂയിസ് ബ്രെയ്ലി പഠിച്ചിരുന്ന അന്ധവിദ്യാലയത്തിന്റെ സ്ഥാപകനായിരുന്ന വലന്റീൻ ഹൗവി അന്ധർക്ക് വേണ്ടി ഒരു അക്ഷര രീതിയും ആ രീതിയിൽ ഏതാനും പുസ്തകങ്ങളും ഉണ്ടാക്കിയെടുത്തു. വിരൽ തൊട്ട് വായിക്കാവുന്ന ഈയത്തിൽ തീർത്ത അക്ഷരങ്ങൾക്ക് മീതെ കട്ടിയുള്ള കടലാസ് അമർത്തിയാണ് ഈ പുസ്തകങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഈ പുസ്തകത്തിന്റെ ഒരു പേജ് ഉണ്ടാക്കാൻ തന്നെ ധാരാളം സമയം വേണ്ടിയിരുന്നു. എന്നാൽ വർഷങ്ങൾ ചെലവഴിച്ചിട്ടും എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടത്ര പുസ്തകം നിർമ്മിക്കുവാൻ സാധിച്ചില്ല. തനിക്ക് നേരിട്ട അന്ധതയെപ്പറ്റി ഓർത്ത് ബ്രെയ്ലിയുടെ ഹൃദയം പലപ്പോഴും വിലപിച്ചു. അങ്ങനെ ഒരിക്കൽ ആരാധനയ്ക്കായി താനും പള്ളിയിലേക്ക് പോയി അന്ധനായ ബ്രെയ്ലിയും പുറകിലെ ഒരു കസാരയിൽ സ്ഥാനം പിടിച്ചു. അന്നത്തെ പ്രസംഗ വിഷയം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയുള്ളതായിരുന്നു. ഈ പ്രസംഗം തുടങ്ങിയപ്പോൾ അനേക ചോദ്യങ്ങൾ തന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന്റെ പുറകിലെ നന്മ എന്താണ്? ജീവിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ എന്തുകൊണ്ട്? ഇല്ല, ഇതൊന്നും എനിക്ക് നന്മയ്ക്കല്ല തിന്മയ്ക്കാണെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ വീണ്ടും പ്രസംഗകൻ പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിൽ കൂടിയും ദൈവത്തിന് നല്ലത് ചിലത് പ്രവർത്തിക്കുവാനുണ്ട്. അന്ന് ആ പ്രസംഗം തീരുമ്പോൾ ബ്രെയ്ലി ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാനായി സ്വയം സമർപ്പിച്ചിറങ്ങി. ലൂയി 18-ാമൻ രാജാവിന്റെ പീരങ്കിപ്പടയുടെ ഒരു ക്യാപ്റ്റനായിരുന്ന ചാൾസ് ബാർബിയർ സൈനികർക്കിടയിൽ രഹസ്യമായ സന്ദേശം കൈമാറുന്നതിനു വേണ്ടി ഒരു പുതിയ എഴുത്തുരീതി കണ്ടുപിടിച്ചു. ഈ രീതി അന്ധർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിലാക്കിയ ശേഷം അദ്ദേഹം അതിന് സോനോഗ്രാഫ് എന്ന് പേരിട്ടു. സോനോഗ്രാഫിയിൽ മിടുക്കനായി തീർന്ന ലൂയിസ് ബ്രെയ്ലി തന്റെ പോരായ്മകൾ മനസ്സിലാക്കി അതിലെ എഴുത്തുരീതിയിൽ ചില്ലറ പരിഷ്കാരങ്ങൾ വരുത്തിയ ശേഷം സ്കൂൾ ഡയറക്ടറെ കാണിച്ചു. 13 വയസ്സ് മാത്രമുള്ള ഒരു അന്ധവിദ്യാർത്ഥി സോനോഗ്രാഫിയിൽ വരുത്തിയ മാറ്റങ്ങൾ ഡയറക്ടർ കണ്ട് അത്ഭുതപ്പെട്ടു. സോനോഗ്രാഫി കൂടുതൽ ലളിതമാക്കുക, അതിലെ നിരവധി പോരായ്മകൾ പരിഹരിക്കുക, എളുപ്പത്തിൽ ആശയവിനിമയം നടത്തുക തുടങ്ങിയ ആശയങ്ങളിൽ നിന്നും സംഗീതവും ശാസ്ത്രവും സാഹിത്യവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ലിപി സമ്പ്രദായത്തിന് രൂപം കൊടുക്കുവാൻ ലൂയിസ് തീരുമാനിച്ചു. ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ മുഴുകി അതിരാവിലെ എഴുന്നേറ്റും വളരെ വൈകിയും കിടന്നുറങ്ങിയും ധാരാളം സമയം കടലാസുകളിൽ കുത്തുകളിട്ട് ലൂയിസ് അത് സാധിച്ചെടുത്തു. വെറും 6 കുത്തുകൾ കൊണ്ട് എല്ലാ അക്ഷരങ്ങളും ഉച്ചാരണ ചിഹ്നങ്ങളും ലൂയിസ് നിർമ്മിച്ചു. 6 കുത്തുകൾ ഉപയോഗിച്ച് 63 തരം അക്ഷരങ്ങൾ ലൂയി വികസിപ്പിച്ചെടുത്തു. അന്ധവിദ്യാർത്ഥികളെ സംബന്ധിച്ച് ലൂയിസ് ബ്രെയ്ലിയുടെ പുതിയ ലിപി
തികച്ചും പുതിയൊരു യുഗത്തിന്റെ ആരംഭമായിരുന്നു. പാരീസിൽ മാത്രമല്ല, ലോകമെങ്ങും. പഠിക്കുന്ന കാലത്ത് തന്നെ പഠിപ്പിക്കുന്നതിൽ സാമർഥ്യം കാണിച്ച ലൂയിസ് ബ്രെയ്ലി 19-ാം വയസ്സിൽ അധ്യാപകനായി. 1830-കളുടെ തുടക്കത്തിൽ ലൂയിക്കിടയ്ക്കിടെ അസുഖങ്ങൾ വന്നുകൊണ്ടിരുന്നു. കാഴ്ചയില്ലാത്തവരും ഉള്ളവരും തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനുമുള്ള മാർഗങ്ങൾ ലൂയിസ് പരീക്ഷിച്ചുകൊണ്ടേ ഇരുന്നു. 1839 ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. പൊന്തി നിൽക്കുന്ന കുത്തുകൾ കൊണ്ട് സാധാരണ അക്ഷരങ്ങൾ നിർമ്മിക്കുക. കാഴ്ചയില്ലാത്തവർക്ക് ഇത് തൊട്ട് മനസ്സിലാക്കുകയും കാഴ്ച ഉള്ളവർക്ക് ഇത് വായിക്കുകയും ചെയ്യാം. ഭൂപടങ്ങൾ, സംഗീതം, ഗണിതശാസ്ത്രം തുടങ്ങിയവയെല്ലാം ഈ രീതിയിൽ എഴുതാം. ഈ രീതിയെ ലൂയി റാഫിഗ്രഫി എന്ന് വിളിച്ചു. 1844 ഫെബ്രുവരി 22-ാം തീയതി പാരീസിലെ അന്ധവിദ്യാലയത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് കാണികളിൽ ഒരാളായി ലൂയിസ് ബ്രെയ്ലിയും ഉണ്ടായിരുന്നു. വേദിയിലിരുന്ന ജോസഫ് ഗാഡറ്റിന്റെ പ്രസംഗ സമയത്ത് അദ്ദേഹം ബ്രെയ്ലി ലിപി അവതരിപ്പിക്കുകയും സോണോഗ്രാഫിയുടെ പോരായ്മകളെക്കുറിച്ചും ബ്രെയ്ലി ലിപിയുടെ ഗുണങ്ങളെപ്പറ്റിയും ഏറെ നേരം സംസാരിച്ചു. കാണികളുടെ ഇടയിലിരുന്ന ലൂയിസ് ബ്രെയ്ലിയെ അദ്ദേഹം സദസ്സിന് പരിചയപ്പെടുത്തി. കാണികൾ ലൂയിയെ അഭിനന്ദിച്ചുകൊണ്ട് കൈയടിച്ചു. അത് കേട്ട ലൂയിയുടെ മുഖത്ത് സന്തോഷം പരന്നു. വർഷങ്ങളോളം നീണ്ടു പ്രയത്നം അംഗീകരിച്ചതിൽ സന്തോഷിച്ചു. ഇതിനുശേഷം ബ്രെയ്ലി ലിപി വളരെ വേഗത്തിൽ പ്രചാരം നേടി. 1852 ജനുവരി 6-ന് തന്റെ 43-ാം ജന്മദിനം കഴിഞ്ഞ് 3-ാം ദിവസം ലൂയിസ് ബ്രെയ്ലി അന്തരിച്ചു. 1854 ഈ ലിപി അന്ധരുടെ ഔദ്യോഗിക ലിപി സമ്പ്രദായമായി ഫ്രാൻസ് അംഗീകരിച്ചു. 1878 പാരീസിൽ വെച്ച് നടന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ബ്രെയ്ലി ലിപി യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അംഗീകരിച്ചു. 1917 അമേരിക്കയും ഈ ലിപി സമ്പ്രദായം അംഗീകരിച്ചു. ബ്രെയ്ലി ലിപിയുടെ പരിഷ്കൃത രൂപമാണ് ഇന്ന് ലോകത്തിലെ ലക്ഷക്കണക്കിന് അന്ധർക്ക് വെളിച്ചമേകുന്നത്. 100% ആത്മാർത്ഥതയും കഠിനാധ്വാനവും ചേർന്നുള്ള ഒരാളുടെ പ്രവർത്തനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഫലമണിയുമെന്ന സത്യം ബ്രെയ്ലി ലിപിയുടെ ജീവിതകഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.